എല്ലാവർക്കും കൊയിലാണ്ടി വിഷയത്തിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. വഖഫ് ചെയ്യാൻ 5 വർഷം മുസ്ലിമാകണമെന്ന പ്രധാന നിബന്ധന തന്നെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ജില്ലാ കളക്ടറുടെ അധികാരവും സ്റ്റേ ചെയ്തു. പൗരന്മാരുടെ അവകാശത്തിന്മേൽ കളക്ടർമാർക്ക് തീർപ്പ് കൽപ്പിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസുമാരായ വിനോദ് ചന്ദ്രൻ, അതുൽ എസ് ചന്ദോർക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറഞ്ഞത്. അന്തിമ ഉത്തരവ് വരുന്നതുവരെ വഖഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റരുതെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. നിയമത്തിലെ സുപ്രധാന വകുപ്പുകളാണ് സ്റ്റേ ചെയ്തത്. സംശയത്തിൻ്റെ പേരിൽ കലക്ടർക്ക് വഖഫ് സ്ഥാപനം അതല്ലാതാക്കി മാറ്റാമെന്ന പ്രധാന വകുപ്പും സ്റ്റേ ചെയ്തു. വഖഫ് ബോർഡിലെ സമുദായ പ്രാതിനിധ്യം സംബന്ധിച്ച വിഷയത്തിലും സുപ്രീം കോടതി മുസ്ലിം ലീഗിൻ്റെ വാദത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. മുസ്ലിം ലീഗിന് വേണ്ടി ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയാണ് ഹർജി നൽകിയത്. മുസ്ലിങ്ങളല്ലാത്ത 4 പേരിൽ കൂടുതൽ പേർ കേന്ദ്ര വഖഫ് ബോർഡിൽ അംഗങ്ങളാകരുത്. സംസ്ഥാനത്ത് 3 പേരിൽ കൂടുതൽ അംഗങ്ങളാകരുതെന്നും എക്സ് ഓഫീസർ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വഖഫ് ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ നൽകിയ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ആശ്വാസമുണ്ടെന്നും നിയമപോരാട്ടം തുടരുമെന്നും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷമുയർത്തിയ ആശങ്കകൾ വെറുതെയല്ലെന്നും അതിൽ കഴമ്പുണ്ടെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇന്ന് വഖഫ് നിയമ ഭേദഗതിക്ക് മേൽ ഇടക്കാല സ്റ്റേ പുറപ്പെടുവിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. മതേതര വിശ്വാസികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പൂർണ്ണമായും അവഗണിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് കോടതി നടപടിയെന്നും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന വിധിയാണിതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സുപ്രീം കോടതിയുടെ വഖഫ് ഉത്തരവ് ഭരണഘടനാ മൂല്യങ്ങളുടെ വിജയമാണെന്ന് കോൺഗ്രസ്. വഖഫ് നിയമ ഭേദഗതിയിലെ വിവാദ വകുപ്പുകൾ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി ഉത്തരവ് കോൺഗ്രസ് സ്വാഗതം ചെയ്തു. നീതി, സമത്വം, സാഹോദര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങളുടെ വിജയമാണിതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അഭിപ്രായപ്പെട്ടു.